ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ പ്രൊഡക്റ്റീവ് എന്നൊക്കെ ഉദ്ദേശിച്ചത് ഞാൻ കുറച്ച് ഈസിയായിട്ട് ഇങ്ങനെ ലേസി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ അത് പിന്നെ അവസാനം മാറ്റി വയ്ക്കുക. അവസാനം എന്നല്ല, അന്നത്തെ ഈസ ആകുമ്പോൾ പിന്നെ മാറ്റി വയ്ക്കും. തലേ ദിവസം ഇങ്ങനെ കുറേ പ്ലാൻ ചെയ്ത് വയ്ക്കും, പക്ഷേ പിറ്റേ ദിവസം അതൊക്കെ മാറ്റി വയ്ക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പെൻഡിങ് ആയി കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ ചെയ്യാമെന്ന്. ഇന്നപ്പോൾ ഞാൻ ഒരു 6:45 7 മണിയായപ്പോൾ എണീറ്റു കേട്ടോ. എനിക്കിന്ന് പുറത്ത് പോകാണ്ടായിരുന്നു. പുറത്ത് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലാണ്. അല്ല, ഹോസ്പിറ്റൽ വീടിൻ്റെ അടുത്തുള്ളതാണെന്നല്ല, വീടിൻ്റെ അടുത്താണ് ഹോസ്പിറ്റലൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നിട്ടാണ് പോയത്. ഒരു 7:45 8 മണിക്ക് സമയം. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന ഉടനെ ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ എന്താ പറയുക, അടിച്ച് വാരി തുടയ്ക്കുക, അങ്ങനത്തെ പണി. അടിച്ച് വാരി തുടയ്ക്കുകയല്ല, ഞാൻ റൂം അടിച്ച് വാരിയിട്ടേ ഉള്ളൂ. പിന്നെ അങ്ങനെ ബാൽക്കണിയിലത്തെ പടിയൊക്കെ ഇങ്ങനെ തുടച്ചു. എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്തതിന് ശേഷം അപ്പോഴേക്കും മഴ പെയ്തു. നിങ്ങൾ രാവിലെ കണ്ടതല്ലേ, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് മാറി. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ലൈവായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ മൈക്കൊക്കെ ഉണ്ട്, എന്നാലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ താഴെ ചെന്നിട്ട് മാംഗോസ് കട്ട് ചെയ്തു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വാങ്ങിയത് നന്നാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മാംഗോസ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഈ വീഡിയോ എടുക്കണം അന്ന് കേട്ടോ. അന്ന് തന്നെ കുറേ ഞങ്ങൾ കഴിച്ച് തീർത്തു. എന്നിട്ട് ആകെ പിറ്റേ ദിവസത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3-4 ദിവസത്തേക്കുള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിച്ച സാധനം ചെയ്തു. ഒരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കി കേട്ടോ. ഞാനിങ്ങനെ ഏടൊക്കെ കയറി വെച്ചിട്ടുണ്ടായിരുന്നു പഴയ ബുക്സിൻ്റെ ഒക്കെ. എന്നിട്ട് അതൊക്കെ വെച്ച് ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് സ്റ്റിക്കേഴ്സ്, ചിത്രം വരയ്ക്കാതിരിക്കേണ്ട വിചാരിച്ചു, മോശമാവും വെച്ചിട്ട്. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു. എന്നിട്ട് ഈ ട്രാൻസ്പെറൻറ്റ് കവർ ഉണ്ടാവും നമ്മുടെ ബുക്ക് കവർ ചെയ്യാനുള്ളത്, അത് വെച്ചാൽ ഞാൻ ഈ കുഞ്ഞു നോട്ട്ബുക്ക് കവർ ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് അതിലൊരു ബ്ലാക്ക് കളറിലൊരു ചളി പോലെ ഉണ്ടാവും. സമയം പോകുന്തോറും അതിങ്ങനെ ഡാർക്കായി എന്തോ പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ വൃത്തികേടാണ്. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ അത് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഡെസ്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട്, ഉച്ചയ്ക്ക് എന്നല്ല, കുറച്ച് ലേറ്റായി ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നല്ല കോൺസെൻട്രേഷനോട് കൂടി ചെയ്തതാണ്. ഞാനിത്ര നന്നാവും വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെയ്തപ്പോൾ. എന്നിട്ട് ഞാനിങ്ങനെ കഴിക്കാനൊക്കെ ചെന്നു. എന്നത്തെയും പോലെ എൻ്റെ കോലും സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയി കഴിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ എനിക്ക് ചോപ്സ്റ്റിക്സ് വെച്ച് കഴിക്കാൻ ഇഷ്ടമാണ് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിച്ചു. സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉച്ചയ്ക്ക് കടന്നുറങ്ങുക അല്ലെങ്കിൽ ഫോൺ നോക്കുക അങ്ങനത്തെയൊക്കെയാണ് ചെയ്യുക. പക്ഷേ ഇന്നിപ്പോൾ പ്രൊഡക്റ്റീവ് ഡേ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തില്ല. അപ്പോൾ എനിക്കിനി ഇടയിൽ ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഗുണം. അങ്ങനെ ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അതെൻ്റെ വരെ ചെയ്തോളും വീഡിയോ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു നീളത്തിലുള്ളൊരു ബോക്സിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറേ സ്പേസ് എടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ ടേബിളിൽ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് ഒരു കുഞ്ഞി ബോക്സിലാക്കി. എന്നിട്ട് ആ ബാക്കി വന്ന ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ പലതും ചെയ്യാൻ വിചാരിച്ചു, ഡെസ്ക് ഡെക്കർ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ട്രാൻസ്പെറൻറ്റ് ബോക്സിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ബുക്കും പിന്നെ ഇത് രണ്ടാമത്തത് വാങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ് മറ്റേത്. പിന്നെ ഞാൻ എൻ്റെ പേപ്പർ പെൻസിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ഇത് വാങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതിലിങ്ങനെ വാങ്ങുമ്പോൾ സ്റ്റിക്കർ പോലത്തെ ഓരോന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ കീറി കളഞ്ഞു. അപ്പോൾ അതിൽ ഗമ്മിൻ്റെ ഒരു മോശം വൃത്തികളുണ്ടായിരുന്നു, ഒരു ഭംഗി ഉണ്ടായില്ല അവിടേക്ക്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റിക്കേഴ്സ് അല്ല, ഇത് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. എനിക്ക് ഈ ബോട്ടിൽ വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. പക്ഷെ ഞാൻ അതിൽ ഒട്ടിച്ചില്ല. അപ്പോൾ വേറെ ഒന്നിലും എനിക്ക് ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിലിങ്ങനെ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ അവിടെ ഒരു ബോ വെച്ച പൗച്ചില്ലേ, അതിൽ ഞാൻ മൈക്കിട്ട് വെക്കുന്നതാണ്. അത് ഞാൻ എപ്പോഴും അവിടെ അല്ലാട്ടോ വയ്ക്കുക. അത് ഡ്രോയിലാണ് ഉണ്ടാവുക. ടേബിളിൽ മറ്റു 2 സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിങ്ങനെ എന്താ പറയുക, നമ്മുടെ പൗച്ചിലൊക്കെ ഇങ്ങനെ കുത്തി വയ്ക്കില്ല, അങ്ങനത്തെ സാധനങ്ങളാട്ടോ. പേപ്പർ പിൻസ് എന്തായാലും ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പോൾ അവിടെ വെച്ചു. പിന്നെ ഇതൊരു കീച്ചൻ്റെ ആയിരുന്നു കേട്ടോ, പൈനാപ്പിളിൻ്റെ പോലത്തെ സാധനം. പിന്നെ ഇങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം പാടത്ത് ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പാടുണ്ട്. അപ്പോൾ അവിടെ നടക്കാൻ പോകും. പക്ഷേ ഇത് ഇന്നെടുത്ത ഷോട്ടല്ല, ഇന്നലെ എടുത്ത ഷോട്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്നോണ്ട് ഇങ്ങനെ കുഞ്ഞി മധുരത്തിൻ്റെ ഇങ്ങനെ എന്താ പറയുക, ജെല്ലി പോലത്തെ സാധനം ഉണ്ടാവില്ലേ, എപ്പോഴെങ്കിലേ കഴിക്കുള്ളൂ. അതൊന്നും കഴിച്ചു. വേറെ ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ കഴിക്കാൻ തോന്നുന്നുണ്ട്, അതിൻ്റെ മടിയായിരുന്നു ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കഴിച്ചിട്ട് വേഗം വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ പഠിക്കായിരുന്നു കേട്ടോ. ജസ്റ്റ് ഞാൻ കൈയും കാലും മുഖമൊക്കെ കഴുകി. എന്നിട്ട് ബയോളജിയാണ് ഞാൻ എടുത്തത്. ബയോളജി ഞാൻ ഇങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ വായിച്ചു ഇങ്ങനെ പഠിക്കുകയല്ല ചെയ്യുക. ബയോളജീന് ഞാൻ എക്സാമിനറിൻ്റെ ഒരു ഗൈഡ് ഉണ്ട്. അപ്പോൾ ആ ഗൈഡിൽ ഞാനിങ്ങനെ പോയിൻറ്റ് വൈസേ കൊടുത്തിട്ടുണ്ടാകും അവർ. അപ്പോൾ അതിങ്ങനെ ഷോർട്ട് നോട്ട്സ് അല്ല, ശരിക്കും പഠിക്കാൻ പറ്റുന്ന നോട്ട്സ് തന്നെ കേട്ടോ. അതാണ് ഞാൻ പഠിച്ചു പോകാറ്. അതിന് നല്ല മാർക്സും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മാർക്ക് കുറയ്ക്കുക അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അതാണ് നോക്കാറ്. പക്ഷേ ഇന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ടെക്സ്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് ഇങ്ങനെ പഠിച്ചാലും ഞാൻ എന്തായാലും ടെക്സ്റ്റ് വെറുതെ ഒന്ന് റീഡ് ചെയ്ത് പോകും. അങ്ങനെ നമ്മൾ ഓൾറെഡി പഠിച്ച സാധനങ്ങളാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പെണ്ണ് വെച്ച് ഓടിച്ചു പോകും. ചിലത് വിട്ടുപോയിച്ചാൽ അതിങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കും, ഇങ്ങനെ ഹൈലൈറ്റർ വെച്ചിട്ട്. എന്നിട്ട് അത് പിന്നീട് പഠിക്കും. അപ്പോൾ ഒന്നും നമുക്ക് മിസ്സാവില്ല. നമുക്ക് ധൈര്യം ഉണ്ടായിരുന്ന NCERT ഒന്നും നമ്മൾ വിട്ടുപോയിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ ഈ ബുക്ക് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്, പുതിയതാണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഞാനത് യൂട്യൂബിനായിട്ട് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. യൂട്യൂബിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ കമൻറ്റ്സ് ഉണ്ടാവുമല്ലോ, നിങ്ങളിങ്ങനെ അയച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ സജസ്റ്റ് ചെയ്യില്ലേ ഓരോ വീഡിയോസ്, ഇന്ന വീഡിയോസ് വേണം ഇന്ന വീഡിയോസ് വേണമെന്ന്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എഴുതി വയ്ക്കും. പിന്നെ സ്റ്റഡി വ്ളോഗ് അങ്ങനെയൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ അങ്ങനെ സ്റ്റാർ ഇട്ട് വയ്ക്കും. നിങ്ങൾ കൂടുതൽ പേരും പറയുന്ന സ്ഥലത്ത് ഞാൻ അങ്ങനെ സ്റ്റാർ ചെയ്ത് വയ്ക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേണ്ടത് ഇന്ന
വീഡിയോ ആണെന്ന്. അപ്പോൾ ആദ്യം ഞാനത് അപ്ലോഡ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്രണ്ട് പേജിൽ ഞാൻ ഇങ്ങനെ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ എൻ്റെ ചാനലിൻ്റെ പേരും യൂട്യൂബിൻ്റെ വല്ലതും ഇങ്ങനെ വരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ നോട്ട്ബുക്ക് എനിക്ക് ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വെറുതെ എന്താ പറയുക നോർമൽ ഡേ ആണ്, പക്ഷേ പെട്ടെന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നുകയാണ്. ചില സമയത്തൊക്കെ നമുക്ക് വീഡിയോ പോലും എടുക്കാൻ തോന്നില്ല. ഇങ്ങനെ നമ്മളിപ്പോൾ പഠിക്കാതിരിക്കുന്ന പോലെ തന്നെ മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും തോന്നില്ലല്ലോ. അതേപോലെ തന്നെയാണ് വീഡിയോ എടുക്കലും. ചില സമയത്ത് മോട്ടിവേഷനൊന്നും ഉണ്ടാവില്ല. പക്ഷേ പെട്ടെന്ന് നല്ല മോട്ടിവേഷനൊക്കെ ഉള്ള സമയമാണെങ്കിൽ അപ്പോൾ ആലോചിക്കുക എന്തിനെ കുറിച്ചാണ് വീഡിയോ എടുക്കുകയെന്ന്. അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ കുറേ ആലോചിച്ചിട്ടുണ്ട് എന്തിനെ കുറിച്ച് വീഡിയോ എടുക്കണം, അവിടെ വെച്ചിരിക്കണം, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ ആ ദിവസമാകുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചാൽ എനിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. പറഞ്ഞ വേഗം ഓർത്തെടുക്കാൻ പറ്റും എന്തൊക്കെ എടുക്കേണ്ടതെന്ന്. ആ സമയം എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കും. പിന്നെ നിങ്ങൾക്കും ഏത് വീഡിയോസാണ് ഏറ്റവും പറഞ്ഞ പോലെ ഇങ്ങനെ വേണ്ടത് വെച്ചാൽ അവിടെ ഇങ്ങനെ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ആദ്യം എടുക്കാൻ നോക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.